വെൽക്കം ടു സയൻസ് വേൾഡ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ടുഡേ വി ഡിസ്കസിങ് അബൌട്ട് റേ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്. Before we study the image formation by spherical mirrors, we have to make a clear idea about the path of reflected ray. Actually, path of reflected ray depends the path of incident ray. എങ്ങനെ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും റിഫ്ലക്റ്റഡ് റേ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് 4 കേസസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് കേസ് എ റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. എ റേ എന്നത് ഒരു ലൈറ്റ് റേ ആണ്, ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് റേ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സെക്കൻഡ് വൺ എ റേ പാസിംഗ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. തേർഡ് വൺ എ റേ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. Fourth one, a ray incident obliquely to the principal axis towards a point P. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റേ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇമേജ് ഫോർമേഷൻ ബൈ സ്പെറിക്കൽ മിറേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ പറ്റണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ റേ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കണമെന്ന് മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്, ഇമേജ് ഫോർമേഷൻ ലെൻസിൻ്റെ ആയിക്കോട്ടെ മിററിൻ്റെ ആയിക്കോട്ടെ ആ ഫിഗറും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. പക്ഷെങ്കിൽ നിങ്ങൾ റേ റെപ്രസെൻറ്റേഷൻ നന്നായിട്ട് മനസ്സിലാക്കിയാൽ, ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ റേ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാംസ് വരയ്ക്കുന്നത്. ദെൻ നമുക്ക് ഓരോ കേസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബോത്ത് കോൺകേവ് ആൻഡ് കോൺവെക്സ്. ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 4 കേസസും എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാംസ്. ഓക്കെ, ഫസ്റ്റ് കേസ് എ റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. അതിൽ കോൺകേവ് മിററിൻ്റെ കേസ് നോക്കാം. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് എന്ത് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ അങ്ങനെയുള്ള സ്പെറിക്കൽ മിറേഴ്സുമായിട്ടുള്ള എല്ലാ ടേംസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ കാണുക. ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് എ കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് റിഫ്ലക്റ്റിംഗ് സർഫേസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കോൺകേവ് മിറർ ഒരു കൺവേർജിങ് മിററാണ്. എല്ലാ ലൈറ്റ് റേനും ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാനുള്ള കഴിവ് ഏതിനുണ്ട്? കോൺകേവ് മിററിനുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് ഏതിലൂടെ പാസ് ചെയ്യും? ഇറ്റ് വിൽ പാസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. കോൺകേവ് മിററിൻ്റെ കേസിൽ ഒരു റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് റിഫ്ലക്റ്റിംഗ് സർഫേസിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഓക്കെ, അതിന് ഫസ്റ്റ് കേസിലെ തന്നെ കോൺവെക്സ് മിററിൻ്റെ കേസ് നോക്കാം. ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് റിഫ്ലക്റ്റിംഗ് സർഫേസിൽ. ഇതൊരു ഡൈവേർജിങ് മിററാണെന്നറിയാം. കോൺവെക്സ് മിറർ ഒരു ഡൈവേർജിങ് മിററാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരൊറ്റ പോയിന്റിലേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യില്ല, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഏതിൻ്റെ റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവുക? കോൺവെക്സ് മിററിൻ്റെ റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവുക. ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്താൽ അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലാണ് ഉണ്ടാവുക. കോൺകേവ് മിററിൻ്റെ കേസിൽ എ റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒരു റേ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ എൻ്റർ ചെയ്താൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ഇൻ ദി കേസ് ഓഫ് കോൺവെക്സ് മിറർ, a ray
പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്, ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്താൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺകേവ് മിററിൽ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവുകയും കോൺവെക്സ് മിററിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലുമായിരിക്കും അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ ഉണ്ടാവുക. സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് കേസ് പറയുന്നത് എ റേ പാസിംഗ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഒരു ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, പക്ഷെങ്കിൽ കോൺകേവ് മിററിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് പാസിംഗ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാൻ പറ്റൂ. കാരണം കോൺവെക്സ് മിററിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ഫോക്കസ് ബിഹൈൻഡ് ദി മിററാണ്, മിററിൻ്റെ ബാക്കിലാണ്. മിററിൻ്റെ ബാക്കിലൂടെ നമുക്ക് ഇൻസിഡൻറ്റ് റേനെ എന്ത് ചെയ്യിക്കാൻ കഴിയില്ല, പാസ് ചെയ്യിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസ് അവിടെ ചേഞ്ച് ചെയ്യുന്നു. എ റേ വിച്ച് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഒരു റേ. അതായത് കോൺകേവ് മിററിൻ്റെ കേസിൽ എ റേ പാസിംഗ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്, കോൺവെക്സ് മിററിൻ്റെ കേസിൽ എ റേ വിച്ച് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. ഇങ്ങനെയാണ്, ഒന്ന് ഡയറക്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയും ഒന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലുമാണ് ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റിംഗ് സർഫേസിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ എമേർജ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. രണ്ട് കേസിലും റിഫ്ലക്ഷന് ശേഷം എന്താ സംഭവിക്കുക, റിഫ്ലക്റ്റഡ് റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. അതായത് ഈ ഒരു കേസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന പാത്തും റിഫ്ലക്റ്റ് ചെയ്യുന്ന പാത്തും സെയിം ആയിരിക്കും. കോൺവെക്സ് മിററിൻ്റെ കേസിലും അതേപോലെ തന്നെ ഒന്നാമത്തെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ റിഫ്ലക്ഷന് ശേഷം ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലാണ് റിഫ്ലക്റ്റഡ് റേ ഉള്ളത്. രണ്ടാമത്തെ കേസിൽ ഫോക്കസിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻസിഡൻറ്റ് റേ എൻ്റർ ചെയ്യുമ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷൻ ആ റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് പോകുന്നത്. തേർഡ് കേസ് എ റേ പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇൻസിഡൻറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുമ്പോൾ, പക്ഷേ ആ കേസ് കോൺവെക്സ് മിററിൻ്റെ കേസിൽ പോസിബിൾ ആവില്ല. ബിക്കോസ് സെൻറ്റർ ഓഫ് കർവേച്ചർ ബിഹൈൻഡ് ദി മിററാണ്. അതുകൊണ്ട് തന്നെ ഇൻസിഡൻറ്റ് റേക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. കോൺവെക്സ് മിററിൻ്റെ കേസിൽ എ റേ ഡയറക്റ്റഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു ഇൻസിഡൻറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്നേ പറയാൻ പറ്റൂ. Okay, then a ray passing through center of curvature in the case of concave mirror and a ray directed in the direction of center of curvature in the case of convex mirror. After reflection, the reflected ray back along same path. അതായത് ഒരു ഇൻസിഡൻറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് റേ ദാറ്റ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് വരുന്ന രീതിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ പാസ് ചെയ്യും, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിൽ തന്നെ പാസ് ചെയ്യും. അതായത് ഈ ഒരു കേസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന പാത്തും റിഫ്ലക്റ്റ് ചെയ്യുന്ന പാത്തും സെയിം ആയിരിക്കും. ഫോർത്ത് കേസ് എ റേ ഇൻസിഡൻറ്റ് ഒബ്ലീക്വലി ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ടുവേർഡ്സ് എ പോയിന്റ് പി അല്ലെങ്കിൽ പോളിലേക്ക് ഒബ്ലീക്വലി മീൻസ് സ്ലാൻഡിങ് ആണ്, ചെരിഞ്ഞു വരുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പോയിന്റ് പിയിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ബോത്ത് in the case of concave and convex is reflected obliquely to the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് ഒബ്ലീക്വലി തന്നെയായിട്ട് അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ പാസ് ചെയ്യും. ഈ ഒരു പോയിന്റിൽ വെച്ച് അറ്റ് ദി പോയിന്റ് പി ദേ ഒബേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഈ പോയിന്റ് പിയിൽ വെച്ച് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആംഗിൾ ഐയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. ഈ നാലാമത്തെ കേസ് മാത്രമല്ല, 4 കേസും ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്
ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മൂവ് ചെയ്യുമ്പോൾ കോൺകേവിൻ്റെ കേസിൽ റിഫ്ലക്റ്റഡ് റേ പാസിംഗ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്, കോൺവെക്സിൻ്റെ കേസിൽ appear to diverge from principal focus. Second case, passing through principal focus. ആ passing through principal focus എന്നുള്ളതിൽ കോൺകേവ് മിററിൻ്റെ കേസിൽ passing through principal focus, കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഡയറക്റ്റഡ് ടു പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ്. ബോത്ത് കേസിലും റിഫ്ലക്റ്റഡ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. മൂന്നാമത്തെ കേസ് എ റേ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ, കോൺവെക്സ് മിററിൻ്റെ കേസിൽ. രണ്ടിൻ്റെ കേസിലും റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദി സെയിം പാത്ത്. ഏതിലൂടെയാണോ ഇൻസിഡൻറ്റ് റേ വന്നത് അതിലൂടെ തന്നെ ആയിരിക്കും റിഫ്ലക്റ്റഡ് റേയും കടന്നു പോവുക. നാലാമത്തെ കേസ് എ റേ ഇൻസിഡൻറ്റ് ഒബ്ലിക്വലി ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് ടുവേർഡ്സ് എ പോയിൻറ്റ് പി. രണ്ട് കേസിലും കോൺകേവ് ആൻഡ് കോൺവെക്സ് റിഫ്ലക്റ്റഡ് ഒബ്ലിക്വലി ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. അതിൻ്റെ റേ പ്രിൻസിപ്പൽ ആക്സിസിന് ഒബ്ലിക്വലി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.